ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഇന്നും മുസ്ലിങ്ങൾക്ക് തലവേദനയും സംഖ്യകൾക്ക് ഭയവുമാണ്. ഈ സംഖ്യകളൊന്ന് ഒരു കാര്യം ഓർക്കണം. ഈ ഹ്യൂസ്റ്റണിൽ ഇപ്പം ഞങ്ങളുടെ ഹ്യൂസ്റ്റണിൽ വലിയ അമ്പലമുണ്ട്. ആ അമ്പലത്തിലോട്ടുള്ള കൊടിമരത്തിന് വേണ്ടി തേക്കുംതടി വെട്ടി കേരളത്തിൽ ഇപ്പം കോട്ടയത്ത് മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുക. ഒരു കൊല്ലം മഞ്ഞൾ വെള്ളത്തിലാണ് മുക്കി പൂജയൊക്കെ നടത്തി ഇങ്ങോട്ട് കൊണ്ടുവരിക. വലിയ തേക്കും തടി ഏതാ 80 അടി നീളത്തിൽ എങ്ങാണ്ട് തേക്കും തടി അവിടുന്ന് വെട്ടി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ധ്വജപ്രതിഷ്ഠ നടത്താൻ പോവാ. അത്രയും സ്വാതന്ത്ര്യം അമേരിക്കയിലുണ്ട്. ഈ അമേരിക്കയിൽ തന്നെ ഏകദേശം 2000-ഓളം വലിയ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്. അടുത്തായിട്ട് ഇനിയും ഈ 14,000 എണ്ണം പണിയുന്നു. അമേരിക്കയിൽ ജീവിക്കുന്നവർക്ക് പൈസ ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ഥലത്തിന് തീരെ വിലയില്ല. നാട്ടില് 1 സെന്റ് സ്ഥലം മേടിക്കുന്ന പൈസ ഉണ്ട് അമേരിക്ക 10 ഏക്കർ സ്ഥലം മേടിക്കും. അത്രയും വിലയുള്ളൂ. ഇവിടെ ഒരു 2 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് ഒരു അമ്പലം ഉണ്ടാക്കി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചുമ്മാ ഇരുന്നാൽ മതി. ലൈഫ് ലോങ് ഇൻകമാണ്. ഇവിടെ എല്ലാവരും ചെയ്യുന്നതാ. 4-5 പേര് ചേർന്ന് ട്രസ്റ്റ് ഉണ്ടാക്കുന്നു, അമ്പലം ഉണ്ടാക്കുന്നു. അമ്പലം ഉണ്ടാക്കുന്ന അമേരിക്കയിൽ ഏറ്റവും വലിയ വരുമാനമുള്ള പരിപാടി. എന്റെ ലൈവ് കേൾക്കുന്ന ഏതെങ്കിലും അമേരിക്കക്കാരുണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു അമ്പലം ഉണ്ടാക്കിയാൽ മതി, കുശാലായിട്ട് ജീവിക്കുക. അപ്പൊ ഇതുകൊണ്ട് എല്ലാവരും അങ്ങ് അമ്പലം ഉണ്ടാക്കാം. വൻ വരുമാനമാണ്. ഓസ്ട്രേലിയയില് എന്തുമാത്രം കൃഷ്ണ കോൺഷ്യസ്, ഹരേ രാമ പ്രസ്ഥാനം, ഹരേ കൃഷ്ണ പ്രസ്ഥാനം, ഇവരെല്ലാം ഇംഗ്ലണ്ടില്. ഞാൻ ഇംഗ്ലണ്ടില് കഴിഞ്ഞ വർഷം പോയപ്പം ഓക്സ്ഫോർഡ് സർക്കസിൽ കൂടി ഇവര് ജാഥയായിട്ട് വരിക, കാവ്യൊക്കെ എടുത്ത് കൊട്ടി, ആരും തടയുന്നില്ല. അപ്പൊ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ മതപ്രചരണം നടത്തുന്നുണ്ട്. അവിടുന്നുള്ള മദാന്മാരും സാഹിബുമാരും പുട്ടവർത്തി തൊട്ടും അമൃതാനന്ദമയുടെ ആശ്രമത്തിലോട്ടും വരുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനി നിങ്ങളെ കൊല്ലാനും തല്ലാനും നടക്കുന്നില്ല. അപ്പൊ ഹിന്ദുക്കൾ ലജ്ജിക്കുക. ഒരു വലിയ സംഭവമാണ്. ഹിന്ദുക്കൾക്ക് അങ്ങ് സഹിഷ്ണുതയാണ്. ഒത്തിരി ക്രിസ്ത്യാനികൾ ആ വിഡ്ഢിത്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഹിന്ദുക്കളുടെ സഹിഷ്ണുത കൊണ്ടാണ് ഇന്ത്യയിൽ ഇസ്ലാം ഉണ്ടായത്, ഇന്ത്യയിൽ ക്രിസ്ത്യാനി ഉണ്ടായത്. ഒന്നുമല്ല. ഒരു സഹിഷ്ണുതയില്ല. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സഹിഷ്ണുതയില്ല. സനാതന ധർമ്മം എന്ന് പറഞ്ഞൊരു തേങ്ങാക്കൊല ഒരു കാലഘട്ടത്തിലും ഇന്ത്യയിൽ ആടിയിട്ടുമില്ല, കൂടിയിട്ടുമില്ല. ക്രിസ്ത്യാനിറ്റിയെ കടമെടുത്താണ്. ഈവൻ വിവേകാനന്ദ സ്വാമി അടക്കം ക്രിസ്ത്യാനിറ്റിയുടെ ആശയങ്ങളെ കടമെടുത്തു. അങ്ങനെ ഈ ഹിന്ദുയിസത്തെ പരിഷ്കരിച്ചു. എന്നിട്ട് ഈവൻ അദ്വൈതം ഉണ്ടായത് എങ്ങനെയാ? ഈ ശങ്കരാചാര്യ 9-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന് ഈസ്റ്റേൺ തിയോളജിയുടെ ആശയവും അന്തസ്സത്തെയും പഠിച്ചിട്ട് അത് ഹൈന്ദവത്വത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തു. അല്ലാതെ ശങ്കരാചാര്യ കണ്ടുപിടിച്ചൊന്നുമല്ല അദ്വൈത സിദ്ധാന്തം. മനസ്സിലായി? ഇതെല്ലാം എല്ലാ നന്മകളും ക്രിസ്തുവിൽ നിന്നാണ്. ലോകത്തിന്റെ വെളിച്ചം ക്രിസ്തുവാണ്. അല്ല, നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ സഹിഷ്ണുതയൊന്നും കാണിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് സഹിഷ്ണുത ഉണ്ടായിരുന്ന ആ സഹിഷ്ണുത എന്താ ഇപ്പൊ ഇല്ലാത്ത? സഹിഷ്ണുത കാണിക്കുന്ന ക്രിസ്ത്യാനികളാണ്. നിങ്ങളിപ്പോ ക്രിസ്ത്യാനികളുടെ ദേശത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ അമ്പലം നടത്തുന്നു, മുസ്ലിം മോസ്ക് നടത്തുന്നു, ഒക്കെ നടത്തുന്നു. ആരെയും തല്ലുന്നില്ല, കൊല്ലുന്നില്ല. പക്ഷെ ഇവിടെ ക്രിസ്ത്യാനികൾ ലോകം മുഴുവൻ കൊല്ലപ്പെടുകയാണ്, പീഡിപ്പിക്കപ്പെടുകയാണ്. ഒരു ക്രിസ്തുമസ് അപ്പൂപ്പന്റെ കുപ്പായം വഴിയിരുന്ന് വിറ്റാൻ തല്ലുകൊള്ളുന്നുണ്ട്. അപ്പൊ അത്രയും സഹിഷ്ണുതയെ ഹിന്ദുവിനുള്ളൂ. ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു ന്യായവും ഒരു കാര്യം നിങ്ങൾ ഭയങ്കര സഹിഷ്ണുത ഒരിക്കലും അല്ല. നിങ്ങൾ ഒരു സഹിഷ്ണുതയില്ല. അന്ന് നിങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ വെറും അടിമകളും മാറി മറക്കാൻ നിവൃത്തിയില്ലാത്തവരും ആർക്ക് വേണേലും ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളായിട്ട് കടന്ന ഒരു ഗതികെട്ട കാലം ഉണ്ടായിരുന്നു. ആ ഗതികെട്ട കാലത്തിൽ നിന്ന് നിങ്ങളെ തുണി ഉടുപ്പിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കടന്ന് ഞെളിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞങ്ങളുടെ സഹിഷ്ണുത കൊണ്ട് ഒരിക്കലും അല്ല. നിങ്ങളുടെ ഒരു സഹിഷ്ണുത കൊണ്ടും നിങ്ങളുടെ ഒരു ഔദാര്യം കൊണ്ടും ഒരു ക്രിസ്ത്യാനി ഒന്നും നേടിയിട്ടില്ല. അത് മനസ്സിലാക്കുക. ക്രിസ്ത്യാനിയുടെ ഔദാര്യം നിങ്ങൾ പറ്റിയിട്ടേ ഉള്ളൂ. ഇന്നും ലോകത്തിൽ നിന്ന് മുഴുവൻ ക്രിസ്ത്യാനിയുടെ ഔദാര്യം പറ്റുന്ന നിങ്ങളാണ്. മനസ്സിലായോ? അത്രയും ഒരു സന്ദേശം ക്രിസ്തുവ സന്ദേശമായിട്ട് കൊടുക്കുക.